അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ നല്ല സൗണ്ടാണ് ബാക്കിൽ. അവിടെ JCB ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ തന്നെ വണ്ടി കിട്ടും നമുക്ക്. എനിക്കത് നോക്കി നിൽക്കാം. അപ്പോൾ 11:10 ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ബസ് ഇപ്പോൾ വരും. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ്, പിന്നെ ചോറൊക്കെ മൂറ്റി അലക്കാളൊക്കെ മെഷീനിൽ ഉണക്കാട്ട് മട ഒന്നെടുത്ത് പുറത്തേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ഇപ്പോൾ പോണത്. ചപ്പി എൻ്റെ മോന് കേട്ട ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായി. ആ എവിടക്ക പോണേച്ചോ? എവിടക്ക പോണേ? ഇങ്ങോട്ട് കൂടെ വണ്ടികളൊക്കെ പോണം ഇപ്പന്. അപ്പോൾ ഇതെവിടെ ഉണ്ട് തൊട്ട ഫ്രണ്ടിൽ തന്നെയാണ് പണി നടക്കുന്നത്. റോഡ് പണിയുടെ സാധനങ്ങളൊക്കെ കൊടുന്നിട്ടിട്ട് രാത്രി കൊടുന്ന് അടിക്കും, പകല് പണി അങ്ങനെ ആയിട്ട്. അതേ ബസ് ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമ്പോൾ. അപ്പോൾ അത് വരുമ്പോൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങളുണ്ട് കേട്ടോ കവറിൽ. ഞാൻ ബാഗ് എടുക്കാണ്ട് വന്നതാ. എന്താ വെച്ചാൽ ചെറിയ ബാഗ് മാത്രം ഇട്ടിട്ട് പോകണമല്ലോ എന്ന് ചോദിച്ചു. നോക്കുമ്പോൾ സാരി, എനിക്ക് കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാരി എടുക്കണം എന്നുണ്ടായിരുന്നു. കല്യാണ സാരി അന്ന് ചുറ്റിയിട്ടിരിക്കണതാ. അപ്പം എന്തായാലും ഇപ്പോൾ കൊടുക്കാൻ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതെ സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കും. അവൻ്റെ ചെരുപ്പ്, കൊട, ഡ്രസ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ ബർത്ത്ഡേ അല്ലേ വരണേ. അപ്പം അതിൻ്റെ ഒരു ഇവിടെ ഉപ്പെടുത്തൊരു ഡ്രസ്സ് ഉണ്ട് ഇടാത്ത. അപ്പം അതും എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. എന്തായാലും ഇനി ബസ് വന്ന് ബസ്സിൽ കയറിയിട്ട് കാണാം. അപ്പോൾ അത് വീടിൻ്റെ അവിടെ നിന്ന് ബസ്സൊക്കെ കിട്ടിയിട്ടാണ്. ബസ് കിട്ടിയാൽ പിന്നെ നമുക്കറിയാം നല്ല സീറ്റൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പോയി ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടാവും. തിരക്ക് കുറവായിരിക്കും കേട്ടോ നമ്മളെ റൂട്ടിൽ. അത് ചെറിയൊരു റോഡല്ലേ. അപ്പോൾ അത് കാരണം അത്ര വലിയ ഹൈവേ ഒന്നുമല്ല. ഹൈവേക്ക് കയറിയാൽ പിന്നെ തിരക്ക് കൂടും. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് കയറുന്ന കാരണം നല്ല സീറ്റൊക്കെ ഉണ്ടാവും. നിച്ചുമണിക്ക് എപ്പോഴും ഇരുന്നിട്ടാണ് പോവാറ്. നിച്ചുമണി ഇരുത്തിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കണ കാരണം വേറെ ഒരു ചേച്ചിണ്ടായിരുന്നു. അപ്പോൾ മടിയിൽ ഇരുത്തിയിട്ടാണ് പോണത്. അപ്പോൾ അതെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പൂരത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ അവിടെ ഒക്കെ പൊളിക്കണ പണിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരമൊന്നും കാണാൻ പറ്റിയില്ല. നമുക്ക് കാണാൻ പറ്റേയില്ല, അത്രയും തിരക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റില്ല എന്തായാലും. അപ്പോൾ അതേ ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് പോവേണ്ട. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഉമ്മാനെയും കുഞ്ഞാറ്റനെയും വിളിപ്പിച്ച്. എന്താ വെച്ചാൽ നല്ല കവറും പിന്നെ നീച്ചും ഒക്കെ ഉള്ളതല്ല. അപ്പോൾ അത് കാരണം പറ്റണില്ല. പിന്നെ അത് എവിടെ എത്തിയാൽ പിന്നെ ഒരു മതിലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ കുറച്ച് റിസ്ക്കാണ്. ഒരറ്റം വരെ നടക്കണം, എന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ അത് ഉമ്മ കുഞ്ഞാറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കാരെ ഇവിടെ എത്തിയപ്പോൾ വിളിച്ചതാ. നടക്കാൻ വയ്യ, കവറും ഉണ്ണിയൊക്കെ ആയിട്ട് നടക്കാൻ വയ്യ. അപ്പോൾ അത് കാരണം ഉമ്മാനെ കുഞ്ഞാറ്റനെയും കൂടെ ഇങ്ങോട്ട് വിളിപ്പിച്ച്. കൊടണ്ട്, വെയിലില്ലല്ലോ, നടക്കും. അയ്യട്ടാ ഞാണ്ടായി. ഓട്ടയും കളിയൊന്നും ഇല്ലല്ലോ, വെയിലത്ത് ഇറങ്ങിയില്ല. ലിച്ചുവാ ചപ്പി പച്ചു എവിടെ? അവിടെ ഉണ്ടാ? എൻ്റെ അമ്മ പറയണ ഇത് താളിയാന്ന് കേട്ടാ ഈ വള്ളി. പിന്നോട് ഒരതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉരച്ച് നോക്കട്ടെ. ഉരച്ചാൽ പത വരും അത്ര. ആൾക്ക് തന്നെ ഉറപ്പില്ല. പത വന്നിട്ടേ താളിയില്ല. ശരിയാ കേട്ടാ. ഞാൻ ഉരക്കണേ. മുഖം കാണുന്നുണ്ടോ ചാച്ചിരെ? ഉരക്ക ഏത് താളിയാന്നത്? ഇയാൾക്കൊന്നും അറിയില്ല. ഇപ്പൊ ആദ്യം പറഞ്ഞു പറിച്ചു നോക്കാന്. ഇപ്പൊ പറയണ ഒരു തുള്ളി വെള്ളാക്കണം. വെള്ളം തട്ടിച്ചിട്ടല്ലേ? എന്തായാലും മയം പോലെ ഉണ്ടോ? മയൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയുന്നുണ്ടാവുന്ന കമന്റ് ചെയ്യട്ടെ. അത് താളിയാടോ അല്ലേന്ന്. എടുക്ക് കുഞ്ഞാറ്റ, ജ്യൂസ് എടുക്ക്. അതെ ഇതാണ് താളി എന്ന് പറയണത്. ഈ നൂല് പോലെ കിടക്കണത് എല്ലാവർക്കറിയാം.
അപ്പോൾ ഞാനിങ്ങനെ കുറേ മനൊക്കെ കളിയാക്കിയിട്ടൊക്കെ പോവുകയാണ് കേട്ടോ താളിയുടെ ഇതും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുകയാണ് അതിൻ്റെ ഇടക്ക്. അപ്പോൾ ഉത്താൻ അവിടെ ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ട്, താത്താടെ മോൻ അവിടെ ഇല്ലയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.